Hello learners, welcome back to iPlus Training Solutions. NTA UGC നെറ്റിൻ്റെ പേപ്പർ 2 ഫിലോസഫിയുടെ ക്വസ്റ്റ്യൻ നമ്പർ 71 to 80 നമുക്ക് ഈ സെഷനിൽ കവർ ചെയ്യാം. വാട്ട് ഈസ് ഓർ ആർ നോട്ട് ട്രൂ ഓഫ് ദി സോഫിസ്റ്റ്? സോഫിസ്റ്റുകളെ പറ്റിയിട്ട് ഇതിലേതൊക്കെയാണ് തെറ്റായിട്ടുള്ള അത് തന്നെ ഏതൊക്കെയാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്, സോഫിസ്റ്റുകളെ പറ്റിയിട്ട് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. They were teaching the art of rhetoric. They taught in exchange for money. They taught how to discover the truth. They taught how to win the argument. അങ്ങനെ 4 സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അവർ റെട്ടറിക് ആണ് പഠിപ്പിച്ചത്. ഇറ്റ് ഈസ് ട്രൂ അല്ലേ? റെട്ടറിക് എന്ന് വെച്ചാൽ എന്താണ്? ആർട്ട് ഓഫ് സ്പീക്കിംഗ്, ആർട്ട് ഓഫ് സ്പീച്ച്, അതൊക്കെയാണ് റെട്ടറിക് എന്ന് പറഞ്ഞാൽ. വേർഡ്സ് യൂസ് ചെയ്ത് എങ്ങനെ ഒരാളെ കൺവിൻസ് ചെയ്യാം, അതൊക്കെ. സോ റെട്ടറിക് ആണ് സോഫിസ്റ്റുകൾ പഠിപ്പിച്ചിരുന്നത്. സോ ഇത് ട്രൂ ആണ്. ദേ ടോട്ട് ഇൻ എക്സ്ചേഞ്ച് ഫോർ മണി, പൈസയ്ക്ക് എക്സ്ചേഞ്ച് ആയിട്ടാണ് പഠിപ്പിച്ചത്, അതും ട്രൂ ആണ്. സോഫിസ്റ്റുകൾ എന്ത് ചെയ്തിരുന്നു? ഫീസ് ഡിമാൻഡ് ചെയ്തിരുന്നു. എസ്പെഷ്യലി ഒരു റിച്ച് ആയിട്ടുള്ള സൊസൈറ്റിയിൽ നിന്നുമായിരുന്നു അവരുടെ സ്റ്റുഡൻസ് ഒക്കെ കൂടുതലും. ഇങ്ങനെ സാധാരണ കോമൺ മെന്നിനെ പഠിപ്പിക്കുന്നതിലുൾപ്പെടെ എന്നതിലുപരി അവർ കുറച്ചും കൂടി ഒരു അരിസ്റ്റോക്രാറ്റിക് ക്ലാസ്സസിനെ പഠിപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ദേ ടോട്ട് ഹൗ ടു ഡിസ്കവർ ദി ട്രൂത്ത് ഡിസ്കവർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് പഠിപ്പിച്ചു. ദേ ടോട്ട് ഹൗ ടു വിൻ ദി ആർഗ്യുമെന്റ്, ഒരു ആർഗ്യുമെന്റ് എങ്ങനെ ജയിക്കണം എന്ന് പഠിപ്പിച്ചു. സോ ഇതിൽ നോട്ട് ട്രൂ ആണ്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റെന്നാണ് ചോദിച്ചിരിക്കുന്നത്? സി ആണോ, എയും ബിയും ആണോ, ഡി ആണോ, എ ആണോ? സോ ഇതിൽ സി, ദേ ടോട്ട് ഹൗ ടു ഡിസ്കവർ ദി ട്രൂത്ത് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്, ബാക്കിയെല്ലാം ട്രൂ ആണ്. They were teaching the art of rhetoric, അത് ട്രൂ ആണ്. The sophists were famous for teaching rhetoric, the art of persuasive speaking and argumentation. They taught in exchange for money, അതും ട്രൂ ആണ്. They charged money for their teachings, which was a major point of criticism, especially from philosophers like Socrates. This practice was seen as a form of selling of wisdom. Wisdom സെല്ല് ചെയ്യുന്നതായിട്ടാണ് സോക്രാറ്റിസ് പോലെയുള്ള ഫിലോസഫേഴ്സ് ഇതിനെ കണ്ടത്, പൈസ വാങ്ങിച്ച് പഠിപ്പിക്കുക എന്നുള്ളതിനെ കണ്ടത്. They taught how to discover the truth, അതെന്താണ്? ട്രൂ അല്ല. ദ സോഫിസ്റ്റ് റിലേറ്റിവിസ്റ്റ്. റിലേറ്റിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ട്രൂ ആയിരിക്കില്ല നിങ്ങളുടെ ശരി എന്ന് പറയുന്നതിനാണ് റിലേറ്റിവിസം എന്ന് പറയുന്നത്. എല്ലാവർക്കും പല പല ശരികളാണെന്നും നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂ മാറുന്നതനുസരിച്ച് ശരികൾ മാറുന്നു ഒക്കെ പറയുന്നതിനാണ് റിലേറ്റീവ്സ് എന്ന് പറയുന്നത്. ആൻഡ് സോഫിസ്റ്റ് റിലേറ്റീവ്സ് ആയിരുന്നു. അതുകൊണ്ട് ഒരു ഒബ്ജക്റ്റീവ് ട്രൂത്ത് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ട്രൂത്തിലൊന്നും അവർ വിശ്വസിച്ചിരുന്നില്ല. ദ എംഫസൈസ് ദി സബ്ജക്റ്റിവിറ്റി ഓഫ് ട്രൂത്ത് ആൻഡ് ബിലീവ് ദാറ്റ് ട്രൂത്ത് വേരിഡ് ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്സ് ഓൾ കൾച്ചറൽ. ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്സും കൾച്ചറും ഒക്കെ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് ആൾ പറഞ്ഞിരുന്നത്, സോഫിസ്റ്റുകൾ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്തില്ല, ആബ്സല്യൂട്ട് ട്രൂത്ത് ഒക്കെ എങ്ങനെ ഡിസ്കവർ ചെയ്യണം പോലെയുള്ള കാര്യങ്ങളൊന്നും പഠിപ്പിച്ചിരുന്നില്ല. ദേ ടോട്ട് ഹൗ ടു വിൻ ദി ആർഗ്യുമെന്റ് വിച്ച് ഈസ് ട്രൂ. അവരുടെ സ്പെഷ്യലൈസേഷൻ തന്നെ ആർഗ്യുമെന്റേറ്റീവ് സ്പീച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ, റെട്ടറിക് ആയിരുന്നു. സോ എങ്ങനെ നമ്മുടെ ശരി എന്താണേലും ഇല്ലെങ്കിലും എങ്ങനെ പറഞ്ഞ് ജയിക്കാം, പറഞ്ഞ് നിൽക്കാം പോലെയുള്ള കാര്യങ്ങളാണ് അവരെ പഠിപ്പിച്ചത്. സോ മെയിൻലി നമുക്ക് പറയാം പൊളിറ്റീഷ്യൻസിനെ ആയിരുന്നു സോഫിസ്റ്റുകൾ കുറച്ചും കൂടി പഠിപ്പിച്ചതെന്ന് നമുക്ക് പറയാം. അക്കോർഡിംഗ് ടു ഹെഗൽ, ഫ്രീഡം ഈസ് റിയലൈസ്ഡ് ത്രൂ ഐസൊലേഷൻ, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ്, പ്യുവർ കണ്ടംപ്ലേഷൻ, എക്കോണമിക് സക്സസ്. അപ്പം ഹെഗൽ പറയുന്നത് ഫ്രീഡം റിയലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. ഐസൊലേഷനിലൂടെയാണോ, അതായത് മാറി നിൽക്കുന്നതിലൂടെയാണോ, ഒറ്റപ്പെട്ട് നിൽക്കുന്നതിലൂടെയാണോ, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സിലൂടെയാണോ, പ്യുവർ കണ്ടംപ്ലേഷനിലൂടെയാണോ, എക്കോണമിക് സക്സസിലൂടെയാണോ? ഫ്രീഡം എങ്ങനെയാണെന്നാണ് ഹെഗൽ പറയുന്നത്. സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സിലൂടെയാണ് ഫ്രീഡം എന്നാണ് ഹെഗൽ പറഞ്ഞത്. സോ ഹെഗൽ പറയുന്നത് ഫ്രീഡം നമുക്ക് നമ്മുടെ എത്തിക്കൽ ലൈഫിലൂടെയാണ് കിട്ടുന്നതെന്നാണ് പറയുന്നത്. ആൻഡ് എത്തിക്കൽ ലൈഫിലൂടെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഐസൊലേറ്റ് ചെയ്തിരുന്നിട്ടോ വെറുതെ കണ്ടംപ്ലേറ്റ് ചെയ്തിരുന്നിട്ടോ എക്കോണമിക് സക്സസ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? സോഷ്യൽ പൊളിറ്റിക്കൽ സ്ട്രക്ചറിൽ ഇറങ്ങിച്ചെന്ന് നമ്മൾ ഇടപെട്ട് സമൂഹവുമായിട്ട് കോർപ്പറേറ്റ് ഒക്കെ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. സോ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ആർ എസെൻഷ്യൽ ടു ഹെഗൽസ് കൺസെപ്ഷൻ ഓഫ് ഫ്രീഡം, as they provide the context in which individuals can achieve true self-realization and participate in the collective life of the state. Which of the following best captures the essence of public evaluation in science and technology? Science and technology-യിൽ പബ്ലിക് ഇവാലുവേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റെസ്ട്രിക്റ്റിംഗ് സയന്റിഫിക് റിസർച്ച് ടു ഗവൺമെന്റ് ലബോറട്ടറീസ്. നമ്മുടെ സയന്റിഫിക് റിസർച്ചുകളെല്ലാം ഗവൺമെന്റ് ലാബുകളിലേക്ക് ഒതുക്കി വെക്കുക, അതാണോ ഈ പബ്ലിക് എവാലുവേഷൻ്റെ അർത്ഥം? അതോ ഇൻവോൾവിംഗ് നോൺ എക്സ്പേർട്സ് ഇൻ ദി അസസ്മെന്റ് ആൻഡ് ഡിസ്കഷൻ ഓഫ് സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസസ്. നമ്മൾ നോൺ എക്സ്പേർട്സിനെ, ആ ഒരു ടോപ്പിക്കുമായിട്ട് അത്ര പരിചയമില്ലാത്ത ആൾക്കാരെ, നോൺ എക്സ്പേർട്സിനെ അതിൻ്റെ അസസ്മെന്റിലും ഡിസ്കഷനിലും ഒക്കെ ആയിട്ട് ഉൾപ്പെടുത്തിക്കണമെന്നാണോ?
അതോ ഡെലിഗേറ്റിംഗ് ഓൾ ഡിസിഷൻസ് ടു സയൻറ്റിസ്റ്റ് ഓൺലി, എല്ലാ ഡിസിഷൻസും സയൻറ്റിസ്റ്റിന് മാത്രം അവർ മാത്രം എടുത്താൽ മതി എന്നുള്ള രീതിയിൽ അവർക്കായിട്ട് കൊടുക്കുകയാണോ, അതോ പബ്ലിക് ഒപ്പീനിയൻ ഇഗ്നോർ ചെയ്യുകയാണോ? സോ ഇതിൽ എന്താണ് പബ്ലിക് ഇവാലുവേഷൻ ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ബി, ഇൻവോൾവിംഗ് നോൺ എക്സ്പേർട്സ് ഇൻ ദി അസസ്മെന്റ് ആൻഡ് ഡിസ്കഷൻ ഓഫ് സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസസ് ആണ് കറക്റ്റ് ആൻസർ. പബ്ലിക് ഇവാലുവേഷൻ ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി ഇൻവോൾവ്സ് engaging the broader public, including non-experts, in discussions and assessments of scientific and technological developments. This approach ensures that the benefits, risks, and ethical implications of these advancements are considered from a variety of perspectives, reflecting the values, needs, and concerns of society as a whole. So, ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ആൾക്കാർക്കും അതിലൊരു ഒപ്പീനിയൻ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെങ്ങനെ നോട്ട് ജസ്റ്റ് സയൻറ്റിസ്റ്റ് പക്ഷെ എങ്ങനെ എല്ലാവരെയും എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഇൻപുട്ട് അവർക്ക് കിട്ടും. സോ ദാറ്റ് ഈസ് വൈ ദേ ഇൻക്ലൂഡ് ദ പബ്ലിക് ഫോർ ഇവാലുവേഷൻ. Which of the following is the most comprehensive view of S. Radhakrishnan? Intuition is the basis of all other forms of cognition. Innate idea is the basis of all other forms of cognition. The spirit in man is as real as his body. Intuition is the basis of all other forms of cognition. ആൻഡ് ദ സ്പിരിറ്റ് ഇൻ മാൻ ഇസ് ആസ് റിയൽ ആസ് ഹിസ് ബോഡി. നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റാണ്. രാധാകൃഷ്ണന്റെ കേസ് പറയുമ്പോഴേക്കും ഒരു കീവേഡ് ഓർത്ത് വെക്കേണ്ടത് ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ടേം ആണ്. സോ ഇൻറ്റ്യൂഷൻ ഈസ് ദ ബേസിസ് ഓഫ് ഓൾ അതർ ഫോംസ് ഓഫ് കൊഗ്നിഷൻ. കറക്റ്റ് ആണ്, ആപ്റ്റ് ആണ്. ഇന്നറ്റ് ഐഡിയാസ് ഇസ് ദ ബേസിസ് ഓഫ് ഓൾ അതർ ഫോംസ് ഓഫ് കൊഗ്നിഷൻ. അപ്പം നാച്ചുറലി എന്താവില്ല, ശരിയായിട്ട് വരില്ല. സോ 1 വരും. ദ സ്പിരിറ്റ് ഇൻ മാൻ ഈസ് ആസ് റിയൽ ആസ് ഹിസ് ബോഡി. സോ രാധാകൃഷ്ണൻ പറയുന്നത് എത്രത്തോളം തന്നെ മാൻ ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം തന്നെ ആളുടെ സ്പിരിറ്റും റിയൽ ആണെന്നാണ് പറയുന്നത്. ബിക്കോസ് സ്പിരിറ്റ് ഇല്ലെങ്കിൽ ഒന്നും പോസിബിൾ അല്ല എന്നാണ് പറയുന്നത്. സോ 1ഉം 3ഉം രാധാകൃഷ്ണന്റെ വ്യൂ ആണ്. അപ്പം അതിനെ രണ്ടിനെയും കൂടി ചേർത്ത 4th സെന്റൻസ് വിച്ച് ഈസ് ഇൻറ്റ്യൂഷൻ ഈസ് ദ ബേസിസ് ഓഫ് ഓൾ അതർ ഫോംസ് ഓഫ് കൊഗ്നിഷൻ ആൻഡ് സ്പിരിറ്റ് ഇൻ മാൻ ഇസ് ആസ് റിയൽ ആസ് ഹിസ് ബോഡി. രണ്ടും കൂടി ചേർന്ന സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആൻസർ. Radhakrishnan believed that intuition is a higher form of knowledge. It is beyond mere sensory perception or logical reasoning. നമ്മുടെ ലോജിക്കൽ റീസണിങ്, സെൻസറി പെർസെപ്ഷൻ, ഇതിൽ നിന്നുമൊക്കെ അപ്പുറത്തായിട്ടുള്ള ഒരു ഹയർ ഫോം ഓഫ് നോളജ് ആണ് ഇൻറ്റ്യൂഷൻ എന്നാണ് രാധാകൃഷ്ണൻ പറഞ്ഞത്. He argued that the spirit is not merely an abstract idea. സ്പിരിറ്റ് എന്ന് പറയുന്നത് എന്ത് മാത്രമല്ല, ഒരു അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരു ഐഡിയ മാത്രമല്ല, പക്ഷേ ഇറ്റ് ഈസ് ആസ് റിയൽ ടു ഹ്യൂമൻ എക്സിസ്റ്റൻസ് ആസ് ദ ബോഡി ഇറ്റ് സെൽഫ്. ബോഡി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് സ്പിരിറ്റും എന്നാണ് രാധാകൃഷ്ണൻ പറഞ്ഞത്. അടുത്ത ചോദ്യം, ദി റിലേഷൻ ബിറ്റ്വീൻ കോസ് ആൻഡ് എഫക്റ്റ് ഇസ് എ മാറ്റർ ഓഫ് കോൺസ്റ്റന്റ് കൺജങ്ഷൻ. കോസും എഫക്റ്റും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് കൺജങ്ഷൻ ആണെന്നാണ്. കോൺസ്റ്റന്റ് കൺജങ്ഷൻ ആണ് എന്നതിൽ ആരാണ് പറഞ്ഞത്? കോൺസ്റ്റന്റ് കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും കോൺസ്റ്റന്റ്ലി അവർ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും നമുക്ക് കാണാൻ പറ്റും, കോസിനെയും എഫക്റ്റിനെയും. അതാരാണ് പറഞ്ഞത്? കാന്റ് ആണോ, ലോക്ക് ആണോ, ബെർക്ലി ആണോ, ഹ്യൂം ആണോ? സോ നമ്മുടെ മോഡേൺ ഫിലോസഫേഴ്സിന്റെ കോണ്ടെക്സ്റ്റ് എടുക്കുമ്പോഴേക്കും കോസ് എഫക്ട് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടൊക്കെ കൂടുതലും പറയാറുള്ളത് ഹ്യൂം ആണ്. ഇവൻ കാന്റും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കൂടുതലും ഹ്യൂം ആണ് പറയാറ്. സോ ഹ്യൂം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കോസ് ആൻഡ് എഫക്ട് ഈസ് ആക്ച്വലി സൈക്കോളജിക്കൽ എന്നാണ് പറയുന്നത്. ശരിക്കും അതിൻ്റെ പിന്നിൽ ഒരു ലോജിക്കൽ റീസണിങ് ഒന്നും ഇല്ല. പക്ഷെ നമ്മൾ എപ്പോഴും രണ്ടിനെയും ഒരുമിച്ച് കാണുന്നതുകൊണ്ട് ഒരു ഹാബിച്വലായിട്ട് നമ്മൾ അതിനെ ഓക്കെ ഇത് കോസും ഇത് എഫക്റ്റുമാണ് നമ്മൾ തന്നെ വ്യാഖ്യാനിക്കുന്നതാണ് എന്നാണ് ഹ്യൂമ് പറയുന്നത്. അതാണ് ഈ കോൺസ്റ്റന്റ് കൺജങ്ഷൻ. എപ്പോഴും ഒരുമിച്ച് കാണുന്നത് കൊണ്ട് നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്നാണ് ഹ്യൂം പറഞ്ഞത്. Hume argued that the relationship between cause and effect is not something that can be directly observed through reason or inherent in the nature of objects. അതാ നേച്ചർ, ആ ഒബ്ജക്റ്റിന്റെ നേച്ചറിൽ ഇൻഹറന്റ് അല്ല ഈ കോസ് എഫക്ട് എന്ന് പറഞ്ഞ സാധനം. പക്ഷേ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഹാബിച്വൽ എക്സ്പീരിയൻസ് ഓർ കോൺസ്റ്റന്റ് കൺജങ്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ഹുസേൾ ദ ഫൈനൽ ലെഫ്റ്റ് ഓവർ ആഫ്റ്റർ റിഡക്ഷൻ ഈസ്. റിഡക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ള അവസാനത്തെ ലെഫ്റ്റ് ഓവർ എന്താണ് എന്നാണ് ഹുസേൾ പറയുന്നത്. ഈഗോയാണോ, കൊജിത്തോയാണോ, ഈഗോയും കൊജിത്തോയുമാണോ, അതോ ഈഗോ കൊജിത്തോ കൊജിത്താത്തയാണോ? ആൻസർ ഈസ് ഈഗോ കൊജിത്തോ ആൻഡ് കൊജിറ്റാറ്റ. എന്താണ് ഈ ഈഗോ കൊജിത്തോ കൊജിത്താത്ത, അല്ലെങ്കിൽ എന്താണ് റിഡക്ഷൻ നമുക്ക് നോക്കാം. സോ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടു സ്ട്രിപ്പ് അവേ, അതെല്ലാം എടുത്ത് കളയാൻ. സ്ട്രിപ്പ് അവേ ഓൾ ദി അസംഷൻസ്, judgments and presuppositions about the external world and focus on the pure experience of consciousness itself. നമ്മളുടെ എല്ലാ രീതിയിലുമുള്ള പ്രീസപ്പോസിഷൻസും
പ്രെജുഡീസസും ഒക്കെ എടുത്തു കളയുമ്പോഴേക്കും നമുക്ക് പിന്നെ എന്ത് മാത്രമായിരിക്കും, ആ എക്സ്പീരിയൻസിനെ പ്യുവർ ആയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, ആ ഫിനോമിനെ പ്യുവർ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതിനാണ് ഈ റിഡക്ഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് ആവശ്യം. സോ അങ്ങനെ എല്ലാ പ്രീസപ്പോസിഷൻസും ജഡ്ജ്മെന്റ്സും ഒക്കെ എടുത്ത് കളയുന്ന സ്റ്റെപ്പിനെയാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. റിഡക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ ബാക്കി ഉണ്ടാകുന്ന സാധനങ്ങളാണ് ഈഗോയും കൊജിത്തോയും കൊജിറ്റാറ്റയും. ഇവിടെ ഈഗോ എന്ന് പറഞ്ഞാൽ ട്രാൻസെൻഡന്റൽ ഈഗോയാണ്. നമ്മുടെ ആ ഒരു എംപെരിക്കൽ ഐ, അതായത് ഈ എൻ്റെ എല്ലാ തോട്ട്സും എൻ്റെ എല്ലാ ചിന്തകളും പ്രെജുഡീസസും ഒക്കെ ചേർന്ന ഐ അല്ല, പകരം ഇത് ട്രാൻസെൻഡന്റൽ ഈഗോയാണ്. ഇതെന്ന് വെച്ചാൽ ആ എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരാൾ വേണമല്ലോ, ഇല്ലേ, മീനിങ് കൊടുക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ ഒരാൾ വേണമല്ലോ, ആ ഒരു ഈഗോയാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഈഗോ. The transcendental ego is the pure subjectivity that constitutes the world of experience. It is not the empirical I, but the pure subject that is responsible for experiencing and giving meaning to objects. അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ആള്, അതാണ് ഇവിടെ ഈഗോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൊജിത്തോ എന്താ, ആ ആക്ട് ഓഫ് തിങ്കിങ് അല്ലെങ്കിൽ ആക്ട് ഓഫ് കോൺഷ്യസ്നെസ്സിനെയാണ് കൊജിത്തോ എന്ന് പറയുന്നത്. കൊജിറ്റാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനെയാണോ ചിന്തിക്കുന്നത്, നമ്മുടെ തോട്ട്സ് ഡയറക്റ്റ് ചെയ്യുന്നത് എന്തിനെയാണോ, ആ ഒബ്ജക്റ്റ് of our intentional contents, അതിനെയാണ് കൊജിറ്റാറ്റ എന്ന് പറയുന്നത്. The objects of thought or the intentional contents that are directed by the cogito. So cogito എന്തിനെ പറ്റി ചിന്തിക്കുന്നതാണ് കൊജിറ്റാറ്റ. അടുത്ത ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. ഇത് നമ്മുടെ ഹേത്വഭാസസ് ആണ്. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് വൺ ഈസ് ബന്ധ്യപുത്ര ഈസ് വെലോറിയസ് ബീങ് സൺ ഓഫ് എ ബാരൻ വുമൻ. ബന്ധ്യപുത്ര ഈസ് വെലോറിയസ് ബീങ് സൺ ഓഫ് എ ബാരൻ വുമൻ. ആ സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോഴേക്കും ബീങ് സൺ ഓഫ് എ ബാരൻ വുമൻ എന്ന് പറയുന്നത് എന്താണ്, ലോജിക്കലി കോൺട്രഡിക്ഷൻ ആണ്, അല്ലേ? ബാരൻ വുമൻ എന്ന് വെച്ചാൽ ഫെർട്ടൈൽ അല്ലാത്ത അല്ലെങ്കിൽ കുട്ടികളെ ഉണ്ടാക്കാൻ പറ്റാത്ത സ്ത്രീകളാണ് ബാരൻ വുമൻ എന്ന് പറയുന്നത്. സോ ഹൗ ക്യാൻ ഷി ഹാവ് എ സൺ? അതാണ് അവിടെ ലോജിക്കലി ആ ഒരു കോൺട്രഡിക്ഷൻ സംഭവിക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ള, അതായത് തെറ്റായിട്ടുള്ള വാക്കുകൾ അല്ലെങ്കിൽ ലോജിക്കലി കോൺട്രഡിക്ട് ചെയ്യുന്ന ടേംസ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പറയുന്നതാണ് ആശ്രയസിദ്ധ ഹേത്വഭാസം. നമ്മൾ ഏറ്റവും കൂടുതൽ അതിന് കണ്ടിട്ടുള്ള എക്സാമ്പിൾ സ്കൈ ലോട്ടസിന്റെ ആയിരിക്കും. സ്കൈ ലോട്ടസ് എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഒരു എറർ ഉണ്ടെന്ന് പറയുന്നത്, ഒരു ഫാലസി ഉണ്ടെന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ആശ്രയസിദ്ധ. ഇവിടെയും ഒരു ബാരൻ വുമണിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സണ്ണിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് ആശ്രയസിദ്ധ ഹേത്വഭാസ. സൗണ്ട് ഈസ് എറ്റേണൽ ബീങ് ഓഡിബിൾ. സൗണ്ട് എറ്റേണൽ ആണ് കാരണം സൗണ്ട് ഓഡിബിൾ ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഈ ഓഡിബിൾ എന്ന് പറയുന്ന വാക്ക് ഇവിടെ സൗണ്ട് ഓഡിബിൾ ഈസ് ദ മിഡിൽ ടേം ഹിയർ. നമ്മളൊരു സെന്റൻസ് എടുക്കുമ്പോഴേക്കും ഇവിടെ ഇപ്പം അവസാനം വരുന്ന സാധനമായിരിക്കും പൊതുവെ എപ്പോഴും മിഡിൽ ടേം എന്ന് പറയുന്നത്. സോ ഹിയർ സൗണ്ട് ഈസ് എറ്റേണൽ ബീങ് ഓഡിബിൾ എന്ന് പറഞ്ഞാൽ ഓഡിബിൾ അവിടുത്തെ മിഡിൽ ടേമും സൗണ്ട് അവിടുത്തെ മൈനർ ടേമും എറ്റേണൽ അവിടുത്തെ മേജർ ടേമുമാണ്. സോ ഈ ഓഡിബിൾ എന്ന് പറഞ്ഞ മിഡിൽ ടേമിന് സൗണ്ടുമായിട്ട് ബന്ധമുണ്ട്. ബിക്കോസ് സൗണ്ട് ഓഡിബിൾ നമുക്ക് കിട്ടും അത്, പക്ഷെ എറ്റേണലും ഓഡിബിളും തമ്മിൽ ബന്ധമുണ്ടോ? ഇല്ല. സോ ദാറ്റ് മീൻസ് ഓഡിബിൾ എന്ന് പറയുന്ന നമ്മുടെ മിഡിൽ ടേം നാരോയാണ്, ടു നാരോ. അതുകൊണ്ട് അങ്ങനെ വരുന്ന ഹേത്വഭാസസ് അല്ലെങ്കിൽ ഫാലസിസിനെ പറയുന്ന പേരാണ് അസാധാരണ ഹേത്വഭാസ. ബിക്കോസ് ഓഫ് എ മിഡിൽ ടേം ബീങ് ടു നാരോ ആയതുകൊണ്ടുണ്ടാകുന്ന ഫാലസി. ഇനി ഫയർ ഈസ് കോൾഡ് ബീങ് എ സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം ഫയർ കോൾഡ് അല്ല ഹോട്ട് ആണ്. സോ ഫയർ ഈസ് കോൾഡ് ബീങ് എ സബ്സ്റ്റൻസ് എന്ന് അവർ പറഞ്ഞാലും നമുക്ക് മറ്റുള്ള പ്രമാണാസ് വഴി മനസ്സിലാക്കാൻ പറ്റും അത് തെറ്റാണെന്ന്. സോ ദാറ്റ് ഈസ് ഫയർ ഈസ് കോൾഡ് ബീങ് എ സബ്സ്റ്റൻസ്. നമുക്ക് വേറെ പെർസെപ്ഷനിലൂടെ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള ഫാലസീസിനെയാണ് ബാധിത ഹേത്വഭാസ എന്ന് പറയുന്നത്. ദ ഹിൽ ഹാസ് ഫയർ ബിക്കോസ് ഇറ്റ് ഈസ് നോയബിൾ. ഹില്ലിൽ തീയുണ്ട് കാരണം നമുക്കത് അറിയാൻ പറ്റും എന്ന് പറയുന്നത്. ഈ നോയബിൾ ഈസ് ഇവിടെ ടു നാരോ എന്ന് പറഞ്ഞാൽ ഇവിടെ നോയബിൾ ഈസ് ടു വൈഡ്. കാരണം നമുക്ക് ഫയർ ഉള്ള കാര്യങ്ങളെ പറ്റിയിട്ടും അറിയാം, ഫയർ ഇല്ലാത്ത കാര്യങ്ങളെ പറ്റിയും പറയാം. സോ അറിയാൻ പറ്റുന്നത് കൊണ്ട് അവിടെ ഫയർ ഉണ്ടാകണം എന്നില്ല. നോയബിൾ ആയിട്ടുള്ള എല്ലാ കാര്യവും നമുക്ക് ഫയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫയർ ആയിട്ട് മാത്രമേ റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ആ ഒരു നോയബിൾ എന്ന് പറയുന്ന ടേം ഭയങ്കര വാസ്റ്റ് ആണ്. സോ അങ്ങനെ വരുന്ന ഹേത്വഭാസനെ നമ്മൾ സാധാരണ ഹേത്വഭാസ എന്ന് പറയുന്നു. സോ A3 വരും, ബാക്കി നോക്കാം. A3 വരും, B4 വരും. സോ ഓപ്ഷൻ 1. ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി ആ ഹേത്വഭാസസ് നമുക്ക് നോക്കാം. സോ വെൻ ദ മൈനർ ടേം യൂസ്ഡ് ഈസ് നോട്ട് റിയൽ. ഫോർ എക്സാമ്പിൾ സ്കൈ ലോട്ടസ് ഈസ് ഫ്രാഗ്രന്റ് ബിക്കോസ് ഇറ്റ് ഈസ് എ ലോട്ടസ് ലൈക്ക് ദി ലോട്ടസ് ഓഫ് ദി പോണ്ട്. ഇവിടെ സ്കൈ ലോട്ടസ് എന്ന് പറഞ്ഞ മൈനർ ടേം എന്താണ്, റിയൽ അല്ല, നോൺ എക്സിസ്റ്റിംഗ് ആണ്. സോ ദെയർഫോർ ഇറ്റ് ഈസ് ആശ്രയസിദ്ധ ഹേത്വഭാസ. അസാധാരണ occurs when the middle term of an argument is too narrow. മിഡിൽ ടേം ഭയങ്കര നാരോ ആവുമ്പോഴാണ് അസാധാരണ വരുന്നത്. ഫോർ എക്സാമ്പിൾ ദി ആർഗ്യുമെന്റ് സൗണ്ട് ഈസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് നോയബിൾ എന്ന് ഓഡിബിൾ എന്ന് പറയുന്ന മിഡിൽ ടേം ഭയങ്കര നാരോ ആണ്.
ബാധ്യത ഹേത്വാഭാസയിലാണെങ്കിലോ മിഡിൽ ടേം ഓഫ് ഇൻഫറൻസ് മേ ബി കോൺട്രഡിക്റ്റഡ് ബൈ സം അതർ സ്ട്രോങ്ങർ മീൻസ് ഓഫ് നോയിങ്. ആൻഡ് സാധാരണ ഹേത്വാഭാസയാണെങ്കിലോ മിഡിൽ ടേം ടു വൈഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഹി ഹാസ് ഫയർ ബിക്കോസ് ഇറ്റ് ഈസ് നോയബിൾ. അവിടെ നോയബിളിന് ഫയറി സബ്സ്റ്റൻസിനെ പറ്റിയിട്ടും നോൺ ഫയറി സബ്സ്റ്റൻസിനെ പറ്റിയിട്ടും നമുക്ക് അറിയാൻ പറ്റും. സോ അത് കൂടുതൽ വൈഡ് ആണ്. അതാണ് സാധാരണ ഹേത്വാഭാസ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഇത് ഓതേഴ്സും ഇത് അവരുടെ ബുക്സും ആണ്. ഇതിൽ നാഗാർജുനയുടെ ബുക്ക് ഏതാണ്? ഓക്കെ, വിൽ ഗോ ഡയറക്ട്ലി ടു ദ ആൻസർ. ന്യായ ലീലാവതി എന്ന് പറയുന്നത് ഒരു പ്രാകരണയാണ്. പ്രാകരണം എന്ന് വെച്ചാൽ ഒരു ഇൻട്രഡക്ടറി ടെക്സ്റ്റ് ആണ്. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ ടീച്ചിങ്സ് ഓഫ് വേദാന്ത ഡീലിംഗ് വിത്ത് ന്യായ വൈശേഷിക ഫിലോസഫിയിൽ വരുന്നതാണ്. ഇത് വല്ലഭാചാര്യന്റെ ബുക്കാണ് ന്യായ ലീലാവതി എന്ന് പറയുന്നത്. വല്ലഭാചാര്യന്റെ ആണ് ന്യായ ലീലാവതി എന്ന് പറയുന്നത്. നാഗാർജുനയുടെ ബുക്കാണ് വിഗ്രഹ വ്യവർത്തിനി എന്ന് പറയുന്നത്. വിഗ്രഹ വ്യവർത്തിനി നാഗാർജുനാസ്. ദിന്നകന്റെ ആണ് പ്രമാണ സമുച്ചയ ആൻഡ് ഉദായനയുടെ ആണ് ന്യായ വാർത്തിക താല്പര്യ തീക പരിശുദ്ധി. അപ്പൊ നമ്മൾ നേരത്തെ എന്താണ് ന്യായ ലീലാവതി എന്ന് പറയുന്നത്? ഒരു പ്രാകരണമാണ്, ഒരു ഇൻട്രഡക്ടറി ടെക്സ്റ്റ് ആണ്, ന്യായ വൈശേഷികനെ പറ്റിയിട്ടാണ്. നാഗാർജുനയുടെ വിഗ്രഹ വ്യവർത്തിനി എന്ന് പറയുന്നത് മാധ്യമക ബുദ്ധിസ്റ്റ് ഫിലോസഫിയിൽ വരുന്ന ഒന്നാണ്. സ്വാഭാവികമായിട്ടും നാഗാർജുന എന്ന് പറഞ്ഞാൽ നമ്മുടെ മാധ്യമിക ബുദ്ധിസ്റ്റ് ആണല്ലോ. സോ മാധ്യമിക ബുദ്ധിസ്റ്റ് ഫിലോസഫിക്കൽ എഡിഷനിൽ വരുന്നതാണ് വിഗ്രഹ വ്യവർത്തിനി. പ്രമാണ സമുച്ചയ എന്ന് പറയുന്നതും ഒരു ബുദ്ധിസ്റ്റ് ഫിലോസഫിക്കൽ ട്രീറ്റൈസ് ആണ്. എപ്പിസ്റ്റമോളജിനെ പറ്റിയിട്ടാണ്. ദിന്നഗയുടെ ബുക്കാണ്. ന്യായ വാർത്തിക താല്പര്യ തീക പരിശുദ്ധി എന്ന് പറയുന്ന ഒരു സാൻസ്ക്രിറ്റ് ഫിലോസഫിക്കൽ ടെക്സ്റ്റ് ആണ്. ന്യായനെ പറ്റിയിട്ടാണ്. അതൊരു കമന്ററിയാണ്. ന്യായ വാർത്തിക എന്ന് പറയുമ്പോഴേക്കും ന്യായ സൂത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ടെക്സ്റ്റ് ഉണ്ടാവും, അതിനൊരു കമന്ററി ഉണ്ടാവും. ആ കമന്ററിനെ നമ്മൾ വാർത്തിക എന്ന് പറഞ്ഞാൽ അതിന്റെ സബ് കമന്ററിനെയാണ് തീക എന്ന് പറയുന്നത്. സോ ഈ ന്യായ വാർത്തികയുടെ ഒരു സബ് കമന്ററിയാണ് ന്യായ വാർത്തിക താല്പര്യ തീക പരിശുദ്ധി. അത് എഴുതിയതാണ് ഉദായന. അടുത്ത ക്വസ്റ്റ്യൻ. ചൂസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. ചാർവാക റിഗാർഡ്സ് കോൺഷ്യസ്നെസ് ആസ് എൻ എപ്പിഫിനോമിനൻ. ചാർവാക റിജക്ട്സ് ധർമ്മ, അർത്ഥ ആൻഡ് മോക്ഷ. Charvaka believes in afterlife. Charvaka rejects Anumana because Vyapti is unperceivable. ഇതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ ചൂസ് ചെയ്യാനാണ്. ചാർവാക റിഗാർഡ്സ് കോൺഷ്യസ്നെസ് ആസ് എൻ എപ്പിഫിനോമിനൻ. കറക്റ്റ് ആണല്ലേ? ചാർവാക പറയുന്നത് 4 മാറ്ററേ ഉള്ളൂ. ഈ 4 സാധനങ്ങളുടെയും ഒരു എപ്പിഫിനോമിനൻ എന്ന് വെച്ചാൽ ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് കോൺഷ്യസ്നെസ് വരുന്നത് എന്നാണ് പറയുന്നത്. സോ എ ട്രൂ ആണ്. ചാർവാക റിജക്ട്സ് ധർമ്മ, അർത്ഥ ആൻഡ് മോക്ഷ. അത് ഫോൾസ് ആണ്. ചാർവാക ധർമ്മയും അർത്ഥയും കാമയും എന്ത് ചെയ്യുന്നുണ്ട്? അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ധർമ്മയും മോക്ഷയും ആണ് അക്സെപ്റ്റ് ചെയ്യാത്തത്. സോ ഇവിടെ അർത്ഥ ചാർവാക അക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഫോൾസ് ആണ്. ചാർവാക ബിലീവ്സ് ഇൻ ആഫ്റ്റർ ലൈഫ്. സ്വാഭാവികമായിട്ട് ഫോൾസ് ആണ്. ചാർവാക ആഫ്റ്റർ ലൈഫിൽ വിശ്വസിക്കുന്നില്ല. ചാർവാക റിജക്ട്സ് അനുമാന ബിക്കോസ് വ്യാപ്തി ഈസ് അൺപെർസീവബിൾ. ട്രൂ ആണ്. നമുക്ക് വ്യാപ്തി മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അനുമാന റിജക്ട് ചെയ്യുന്നത്. അത് ട്രൂ ആണ്. സോ എയും ഡിയും ട്രൂ ആണ്. ഓപ്ഷൻ 2. അടുത്ത ക്വസ്റ്റ്യൻ. ദി കറക്റ്റ് ലോജിക്കൽ നൊട്ടേഷൻ ഓഫ് ഓൺലി സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ക്യാൻ വോട്ട് ഇൻ ഇന്ത്യാസ് എലക്ഷൻ. ഇന്ത്യയുടെ സിറ്റിസൺസിന് മാത്രമേ ഇന്ത്യയുടെ എലക്ഷനിൽ വോട്ട് ചെയ്യാൻ പറ്റൂ. അതാണ് നമ്മുടെ സെന്റൻസ്. സോ ഇതിന്റെ ലോജിക്കൽ നൊട്ടേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇന്ത്യൻ സിറ്റിസൺസ് ഇന് മാത്രം ഇന്ത്യൻ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇന്ത്യൻ ഇലക്ഷനിൽ വോട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസൺ അല്ലേ. ഇപ്പം എന്തായാലും നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സിറ്റിസൺ ആയിരിക്കും എന്നാണ് ഈ സെഗ്മെന്റിന്റെ അർത്ഥം. ഓൺലി സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ക്യാൻ വോട്ട് ഇൻ ഇന്ത്യ ഇലക്ഷൻസ് പറയുമ്പോഴേക്കും നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കും എന്നാണ്. സോ ദാറ്റ് മീൻസ് വോട്ട് ചെയ്തിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ എന്തായിരിക്കും? ഇന്ത്യയുടെ സിറ്റിസൺ ആയിരിക്കും എന്നാണ്. ആൻഡ് ദിസ് ഇസ് ദ കേസ് ഫോർ എല്ലാത്തിൻ്റെയും കേസാണ്. ഇറ്റ്സ് ഫോർ ഈ നമ്മൾ ഓൺലി സിറ്റിസൺസ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പോൾ പൊതുവെ എപ്പോഴും ഈ എക്സ് തന്നെ ആയിരിക്കും വരിക. ഈ ഒരു ഇതായിരിക്കും വരിക. അതെ, ഈ നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് ഈസ് ആദ്യമേ കൊടുത്തേക്കുന്നത് എക്സിസ്റ്റൻഷ്യൽ എക്സാ. അതെന്ന് പറയുമ്പോഴേക്കും പർട്ടിക്കുലർ ഇൻസ്റ്റൻസസ് എടുത്ത് പറയുന്ന സ്ഥലത്ത്. ഇപ്പം ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. എല്ലായിടത്തെയും ഒരുമിച്ച് പറയുന്നതുകൊണ്ട് തന്നെ എക്സ് വരും, യൂണിവേഴ്സൽ എക്സ് വരും. ആൻഡ് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് യു ആർ എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. സോ ഓപ്ഷൻ സി വരും. ഓപ്ഷൻ 3. ഓക്കെ, ബാക്കി ഓപ്ഷൻസ് വായിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ. താങ്ക് യു.